ഇനി ചെമ്പല്ലി കൂട്ടി ഒരു പിടി. അവൻ്റെ മക്കളെ നോക്ക്, ഇതിങ്ങോട്ട് ഇടുക, അങ്ങനെ പിടിക്കുക, അങ്ങനെ ഒരു ഉരുളങ്ങനെ എടുക്കുക. അവൻ്റെ മക്കളെ ഈനാ നാട്ടിൽ വരുന്നത്. ഇതാണ് ലിസി ചേച്ചി. ലിസി ചേച്ചിനെ കണ്ടില്ലാന്ന് ആരും പറയരുത്. എന്തൊക്കെ കഴിക്കാനുള്ള പറഞ്ഞോളി. കഴിക്കാൻ ഇപ്പോൾ ഉള്ളത് നിലവിൽ ചോറ്. ചോറിനെ കൂടെ പൊരിച്ചെന്തൊക്കെ? അയക്കൂറ പൊരിച്ചുണ്ട്, നെയ്മീനുണ്ട്, ആവോലിയുണ്ട്, പിന്നെ ചെമ്പല്ലി. ഓ ചെമ്പല്ലി ഉണ്ട് അല്ലേ? കല്ലുമ്മക്കായി ഉണ്ട്, ചെമ്മീനുണ്ട്. ആദ്യം പൊരിച്ചതാ വന്ന്. ചെമ്പല്ലി ഓർഡർ ചെയ്ത് പിന്നെ ഒരു നെയ്മീനും ഓർഡർ ചെയ്ത് വന്ന് ഗായ്സ് വന്ന് തുടങ്ങിയോ. എങ്ങണ്ടപ്പാ? അടിപൊളി. കിട്ടില്ലേ? ഒരു മീനും കൂട്ടി ഒരു പിടി. ചെമ്പല്ലി അല്ലേ? ഓ ചോളി. നല്ല ചൂടുണ്ട് ഗൈസ്. ചൂട് എന്ന് പറഞ്ഞാൽ ഫ്രഷ് 12 മണിക്ക് ചെമ്പ് പൊട്ടിച്ചിങ്ങോട്ട് എടുത്തിട്ടേ ഉള്ളൂ. ക്യാബേജ്, പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതെന്തോ ഒരു സാധനം. ഇത് അച്ചാർ, ചമ്മന്തി, പൈനാപ്പിൾ തോരൻ, ഒരു പറഞ്ഞെന്നുകൊണ്ട് അറിയാം, സാമ്പാർ, മീൻകറി, പരിപ്പ്, ഒരു കഷ്ണം പപ്പടം, ഇതൊക്കെ കൂടി ഇങ്ങോട്ട് കുഴക്കുക. എന്നിട്ടൊരു കഷ്ണം ഇതെന്താ ഇപ്പം നെയ്മീനല്ലേ? നെയ്മീൻ ഒരു കഷ്ണവും കുറച്ച് മുളകും ഇതിങ്ങനെ ഇതിലൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ കുഴക്കുക. എന്നിട്ടൊരു പിടി ഉരുളങ്ങനെ ആക്കിയിട്ട് ഗൈസ് ഒരു കാര്യം പറഞ്ഞാൽ ഹൈപ്പൊന്നുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓ പുളിഞ്ചി ഗൈസ്. ഓ ഗൈസ് വൈറലായത് വെറുതെ ഒന്നല്ല, ഇവിടുത്തെ ഫുഡ് കൊണ്ട് തന്നെയാണ് വൈറലായത്. നല്ല ഭക്ഷണം, മീനൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല. ഈ മുളകിന് തന്നെ സെപ്പറേറ്റ് പൈസ കൊടുക്കണം. ഇനി ചെമ്പല്ലി കൂട്ടി ഒരു പിടി. അവൻ്റെ മക്കളെ നോക്ക്, ഇതിങ്ങോട്ട് ഇടുക, അങ്ങനെ പിടിക്കുക, അങ്ങനെ ഒരു ഉരുളങ്ങനെ എടുക്കുക. അവൻ്റെ മക്കളെ ഈനാ നാട്ടിൽ വരുന്നത്. ഇതാ ഔ വൈബ് ഗൈസ് എല്ലാം കഴിഞ്ഞ്. ഇനി ഇതാ അടപ്രഥമൻ, രസമൊക്കെ അത് കുടിക്കണം. ഇതെല്ലാം കൂടി കണ്ണൂരെത്തുമോ? കോഴിക്കോട് നിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ് ഗൈസ്, ടാറ്റ ബൈ ബൈ. അടിച്ച് കയറ്റിട്ടേ ഛർദിക്കാൻ വരുന്നതെന്ന് അറിയാം. കുറച്ച് തിന്നാ പോരെ, എന്തിനാ അടിച്ച് തിന്ന്? ഫുഡ് എങ്ങനെ ബ്രോ? ഹോണസ്റ്റ് റിവ്യൂ. ഹൈപ്പിനുള്ള ഫുഡ് ഉണ്ട് അല്ലേ? അതാണ് ഇവിടെ ആള് കുറയാത്തോ. സത്യോ, ചോറും കറിയും ആ വറവുകളും എല്ലാം സൈഡ് ഡിഷൊക്കെ പെർഫെക്റ്റ്. ഇതാണ് ലിസി ചേച്ചി. ലിസി ചേച്ചിനെ കണ്ടില്ലാന്ന് ആരും പറയരുത്.